നമസ്കാരം, ഡിജിറ്റൽ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൽവിന ടി. പ്രധാന വാർത്തകൾ. പറവ രാജകുമാരിക്ക് ദത്തുപുത്രൻ. ഇന്നലെ പ്രകാരത്തിൽ നൈൽ നദിയിൽ കുളിക്കാനെത്തിയ പറവ രാജകുമാരിക്ക് നദിയിൽ നിന്ന് ഒരു അനാഥ ശിശുവിനെ ലഭിച്ചു. ഒരു ഞാങ്ങാപ്പേടകത്തിൽ സുരക്ഷിതമായി നിലയിലായിരുന്നു ശിശുവിനെ ലഭിച്ചത്. കുട്ടിയെ രാജകുമാരി വളർത്തുപുത്രനായി സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മുടെ റിപ്പോർട്ടർ അലന ടിജു സംഭവ സ്ഥലത്തിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ അലന, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അൽബിന, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫറവോയുടെ രാജകൊട്ടാരത്തിന് മുൻപിലാണ്. കൊട്ടാരത്തിന്റെ പിൻവശത്തു കൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. അവിടെയാണ് രാജകുമാരി സ്ഥിരമായി കുളിക്കാൻ പോകുന്നത്. ഇന്നലെ രാവിലെ തോഴിമാരുടെ കൂടെ കുളിക്കാൻ പോകുമ്പോഴാണ് കുമാരി ഒരു പെട്ടകത്തിൽ ഈ കുട്ടിയെ കണ്ടത്. അപ്പോൾ തന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും കുട്ടിയുടെ അവകാശികളെ കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ കുമാരി കുട്ടിയെ വളർത്താൻ തീരുമാനിക്കുകയായിരുന്നു. കാഴ്ചയിൽ ഒരു ഹെബ്രായർ ശിശുവായിട്ടാണ് തോന്നുന്നത്. ഏകദേശം 3 മാസം പ്രായമുള്ള ശിശുവാണെന്നാണ് കൊട്ടാരം വിചാരിപ്പുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. തൽക്കാലം കുട്ടിയെ വളർത്താനുള്ള ചുമതല ഒരു ഹെബ്രായർ സ്ത്രീയെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയായതിനു ശേഷം തിരികെ കൊട്ടാരത്തിൽ കൊണ്ടുവരാനാണ് തീരുമാനം. കൊട്ടാരത്തിന് പുറത്താണ് വളരുന്നതെങ്കിലും ഔദ്യോഗികമായി രാജകുമാരിയുടെ മകൻ എന്ന സ്നാനം തന്നെയാണുള്ളത്. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് കുട്ടിക്ക് മോശ എന്നാണ് കുമാരി പേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അൽവിന. ക്യാമറാമാൻ അപ്പുവിനൊപ്പം ഈജിപ്ഷ്യൻ ന്യൂസിന് വേണ്ടി അലനാട്ടിൽ.